found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night I feel alive. All my thoughts are fading out, and the fantasy gets closer. Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. The wind hits my red cape and my arms stretch to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവും സകലത്തിനും പ്രകാശം നൽകുന്നവനുമാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. പ്രകാശദാതാവായ കർത്താവെ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവ്വം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുൻപിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു, നാം അവിടുത്തെ അജകളും ജനവുമാവുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാവുന്നു, അവിടുത്തെ വിശ്വസ്തത എന്ന് നിലനിൽക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവെ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുന്നവരിൽ അവർ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യർക്കും ബലവാനും അമർത്യനുമായ എൻ്റെ കർത്താവെ, ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനും സർവേശ്വര എന്നേക്കും.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രകാശമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡവും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ എന്നേക്കും ഞാൻ വസിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെയും ആത്മീയ പോഷണം നൽകി വളർത്തി. ഇപ്പോഴിതാ വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിശുദ്ധീകരിക്കാനുള്ള ദൗത്യവും നൽകി അങ്ങയുടെ ശിഷ്യനായി ഉയർത്തുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഈ വിളിയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ഉത്തമ കുടുംബജീവിതം നയിക്കാൻ ഈ മകനെ പ്രാപ്തനാക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഈ മകൻ്റെ മേൽ ചൊരിയണമേ. അബ്രാഹത്തിനെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, ഈ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പുതിയ കുടുംബത്തെയും ആശീർവദിക്കണമേ. ആയുസ്സും ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിരതയും ഐശ്വര്യവും അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയുടെ അരൂപിയുടെ സഹായത്താൽ ചൊവ്വുള്ളവ മാത്രം ചിന്തിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുവാനും അവരെ അനുഗ്രഹിക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങ് കനിവോടെ നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സ് അവർക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മഹത്വം ജീവിത ലക്ഷ്യമാക്കി ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ. നല്ല ദൈവമേ, ഈ കുടുംബത്തെയും ഇപ്പോഴത്തെ ഇവിടത്തെ ആയിരിക്കുന്നവരെയും ഇന്ന് വിവാഹത്തിൽ സംബന്ധിക്കുവാൻ എത്തുന്ന എല്ലാവരെയും നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ സുരക്ഷിതരായ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടത്തിൽ നിന്നും അനിഷ്ട സംഭവത്തിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളും വിജയകരമായി നടത്തുവാൻ ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നല്ല നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം നിന്നെ സഹായിക്കട്ടെ. അനുഗ്രഹസമ്പന്നനായ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം ആവശ്യം നേരത്തെ നിനക്ക് തുണയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നിന്നോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കാരുണ്യവാനായ നല്ല ഈശോയെ, ഈ ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അതിനെ കാണുന്നതിൽ രണ്ട് നിഖിലിൻ്റെയും ശിൽപായുടെയും വിവാഹത്തെ അങ്ങയുടെ പങ്കുകളിലേക്ക് സമർപ്പിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുമുള്ള ഒരു പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണല്ലോ ഈശോയെ വിവാഹം എന്ന കൂദാശ. ഈശോയെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ബെന്നിച്ചിനെയും മേരി ചേച്ചിയെയും സോണിയെയും ശീതളിനെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ഒരു കുടുംബത്തെ എല്ലാം അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിഖിലിൻ്റെയും ശിൽപായുടെയും കുടുംബജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങാണല്ലോ കാർമിക വിവാഹം എന്ന കൂദാശയുടെ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനും വിശുദ്ധിയിലും നന്മയിലും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും കുടുംബത്തിനൊരു മാതൃകയാകുവാനും അവരുടെ പരസ്പര ജീവിതത്തിലും ഈശോയെ ഒരു നല്ല മാതൃക പരസ്പരമായി തീരുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ സ്വർഗീയ വൃന്ദങ്ങളെ ഇവർക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഇവരെ ചേർത്ത് വയ്ക്കുന്നു. നിഖിലിനെയും ശിൽപായെയും അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ ഒതുങ്ങി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യേശുപിതാവേ, കുടുംബജീവിതത്തിൻ്റെ കാവൽക്കാര, ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇവർക്ക് വേണ്ടി ഈശോയുടെ തിരുമുമ്പിൽ മരണം വരെയും മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഒരിക്കൽ കൂടെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തോട് വന്ന് സഹായം തേടി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാൻ മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. what if I see